സംസ്ഥാന വ്യാപകമായി SFI പ്രതിഷേധം നടത്തുകയാണ്. നേരത്തെ കാസർഗോഡും കണ്ണൂരും കണ്ടതിന് പിന്നാലെ ഇപ്പോൾ കോഴിക്കോട്ടെ പ്രതിഷേധമാണ് കാണുന്നത്. ആദായ നികുതി വകുപ്പ് ഓഫീസിലേക്കാണ് SFIയുടെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ഉന്നയിച്ചുള്ള പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ രാജ്യവ്യാപകമായി തന്നെ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ്. വലിയ തരത്തിൽ ഉള്ള ഗൂഢാലോചനയാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് കേന്ദ്ര സർക്കാരിന് റദ്ദാക്കേണ്ടി വന്നത്. എന്തായാലും നീറ്റുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഒരു പരീക്ഷാ തീയതി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നീറ്റ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഈ പരീക്ഷ നടത്തുന്ന ആളുകൾ തന്നെയാണ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും പിന്നിലെന്ന ആരോപണവുമായാണ് വിദ്യാർത്ഥികൾ തെരുവിൽ വലിയ പ്രതിഷേധം നടത്തുന്നത്. SFIയുടെ കോഴിക്കോട് മാർച്ചിൽ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്.
ആദായനികുതി വകുപ്പ് ഓഫീസിലേക്കാണ് SFIയുടെ മാർച്ച്. എന്തായാലും തുടക്കത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷവും വിദ്യാർത്ഥികൾ പിന്മാറാതെ അവിടെ മുദ്രാവാക്യം വിളിച്ച് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും സംസ്ഥാന വ്യാപകമായി തന്നെ SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. കോഴിക്കോട്ടെ പ്രതിഷേധവും തുടക്കത്തിൽ ഒരു സംഘർഷ സാധ്യതയിലേക്കാണ്. ഇപ്പോഴും അവിടെ നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം മുഴക്കുകയാണ്. അല്പസമയം മുമ്പാണ് കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും SFI പ്രവർത്തകർ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചുമായി വന്നത്. ഓഫീസിന് മുമ്പിൽ പോലീസ് ബാരിക്കേഡ് വെച്ചെങ്കിൽ ആ ബാരിക്കേഡ് തകർത്ത് മുന്നിലേക്ക് പോകാൻ നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം അവസാനിച്ചിരിക്കുന്നു. എന്നാലും SFI പ്രവർത്തകർ പ്രതിഷേധവുമായി ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയാണ്. ശരി പ്രസാദ്, കൊല്ലത്ത് എന്തായാലും SFI മാർച്ചിന് നേരെ ലാത്തി വീശിയിട്ടുണ്ട്. പാലക്കാടും പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. കാസർഗോഡ് തുടക്കത്തിൽ രാവിലെ തന്നെ ആദ്യ പ്രതിഷേധം തുടങ്ങിയ ഒരു സ്ഥലം തന്നെയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് വലിയ പ്രതിഷേധം ഉണ്ടായി. കണ്ണൂരിൽ പ്രതിഷേധമുണ്ടായി. എന്തായാലും സംസ്ഥാന വ്യാപകമായി തന്നെ വിവിധ ജില്ലകളിൽ SFI പ്രതിഷേധം നടത്തുകയാണ്. എന്തായാലും കോഴിക്കോട്ടെ പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കോഴിക്കോട്ടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. തുടക്കത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചു എങ്കിൽ കൂടി വിദ്യാർത്ഥികളെല്ലാം അവിടെ ബാരിക്കേഡിന് മുന്നിൽ തടിച്ചുകൂടി വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച് അവിടെ പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും രാജ്യത്ത് ആകെയുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ആകെ ഒരു ചോദ്യമുനയിൽ നിർത്തുന്ന ഒരു വലിയ തരത്തിലുള്ള ഒരു ക്രമക്കേടാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. 22 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ പരീക്ഷയാണ് റദ്ദാക്കേണ്ടി വന്നത്. ഇനി പുതിയ പരീക്ഷ നടത്തണം എന്നത് മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർച്ച അത് വലിയ ആശങ്കയായി തുടരുകയും ചെയ്യുന്നു. അത് സംബന്ധിച്ച് അന്വേഷണം CBI നടത്തുകയും ചെയ്യുകയാണ്. രാജ്യമാകെ തന്നെ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലുമാണ്.